മുൻ KPCC അധ്യക്ഷനായിരുന്നു. 95 വയസ്സായിരുന്നു. നമുക്കറിയാം കോൺഗ്രസിലെ ഒരു കാലത്തെ എപ്പോഴത്തെയും വളരെ സൗമ്യമായ ഒരു സാന്നിധ്യം തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള 95 വയസ്സിലാണ് അന്തരിച്ചത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഒരു കാലത്ത് കോൺഗ്രസിലെ നിറസാന്നിധ്യമായിരുന്നു, കോൺഗ്രസിൻ്റെ ഒരു സൗമ്യ മുഖമായിരുന്നു. എപ്പോഴാണ് മരണമുണ്ടായത്? എന്താണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണോ അന്ത്യം? ഷഫീദ്. ഹഷ്മി, അല്പസമയം മുൻപാണ് ഈ വാർത്ത സംഭവിക്കുന്നത്, സങ്കടകരമായ വാർത്ത സംഭവിക്കുന്നത്. ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലത്ത് കോൺഗ്രസിന്റെ മുഖം, അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ വിഭാഗീയത വലിയ രീതിയിൽ കോൺഗ്രസിനെ അലട്ടിയ സമയത്തും കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയ ഒരു നേതാവ് എന്നൊക്കെ നിലയിൽ സവിശേഷതയുള്ള തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചിരിക്കുന്നു. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ കരിയറിൽ അദ്ദേഹം ഇടപെട്ട വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങൾ നിർണായകമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ തുടക്കം കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലെ ശൂരനാട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം ജനിച്ചത്. അതിനുശേഷം തിരുവനന്തപുരം MG കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി. അതിനുശേഷം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ എന്ന് പറയുന്നത് ഈ കൊല്ലം DCCയുടെ പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട സമയം മുതൽ ഇങ്ങോട്ടേക്ക് പല ഘട്ടങ്ങളിലും അദ്ദേഹം പിന്നീട് വഹിച്ച പദവികളിൽ തെന്നലയുടെ സാന്നിധ്യം അത് കോൺഗ്രസിനെ എത്രത്തോളം ശക്തിപ്പെടുത്തി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. 1962 മുതൽ അദ്ദേഹം KPCC അംഗമായിരുന്നു. 1977-ലും 82-ലും അടൂരിൽ നിന്ന് നിയമസഭാംഗമായി. 67, 80, 87 വർഷങ്ങൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു. സഹകരണ മേഖലയിലെ പ്രധാന നേതാവായി ഉയർന്നു വന്നു. അതിനുശേഷം അദ്ദേഹം ഈ കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുമ്പോഴും അദ്ദേഹം അഭിമുഖീകരിച്ച വിവാദങ്ങൾ, വിഷയങ്ങൾ അതടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത സ്റ്റാൻഡുകൾ, നിലപാടുകളൊക്കെ കോൺഗ്രസിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. മാത്രവുമല്ല കോൺഗ്രസിലെ ഒരു സൗമ്യ മുഖം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഈ KPCC അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്വീകരിച്ച ചില നിലപാടുകൾ, ഈ ഗ്രൂപ്പ് വഴക്കൊക്കെ കൊടികുത്തുവാണ് ഒരു കാലത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണമെന്ന ഒരു ശബ്ദമായി തെന്നല പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു. ഇപ്പോഴും പല ഘട്ടങ്ങളിലും തെന്നലയെ ഈ ആളുകൾ റഫറൻസ് ആയി വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. 95 വയസ്സിലാണ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ അന്ത്യം. തിരുവനന്തപുരത്തെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അല്പസമയം മുൻപാണ് മരണം സ്ഥിരീകരിച്ചത്. ഹഷ്മി, ഉറപ്പായും രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയോട് ഏത് രീതിയിൽ അവരവരുടെ പാർട്ടിയോട് കൂറ് പുലർത്തണം എന്നതിൻ്റെ ഒരു പാഠപുസ്തകമായി തെന്നല ബാലകൃഷ്ണൻ നിൽക്കുന്നുണ്ട്. ഷഫീദ്, 2001 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എൻ്റെ ഓർമ്മ. അന്ന് UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് വരുന്നു. അന്ന് ആന്റണിയെ മുഖ്യമന്ത്രിയാക്കാൻ നീക്കമുണ്ടാകുന്നു. അന്നിപ്പോൾ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായി K. മുരളി തന്നെ KPCC പ്രസിഡന്റാക്കണം. ആ സമയത്ത് തെന്നല ഒരു പ്രശ്നവുമില്ലാതെ, ഏതെങ്കിലും തരത്തിലുള്ള വിമതസ്വരം ഉയർത്താതെ, അപശബ്ദം ഉയർത്താതെ രാജിവെച്ച് ഇറങ്ങിപ്പോയ ഒരു നേതാവിനെയൊക്കെ കണ്ടതാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളോട് അല്ലെങ്കിൽ പാർട്ടികളോട് ഏത് രീതിയിൽ കീഴ്പ്പെട്ട് നിൽക്കണം എന്നതിൻ്റെയൊക്കെ വലിയ പാഠവും ഒക്കെയാണ് തെന്നല. ഹഷ്മി, ഉറപ്പായിട്ടും അതിൽ ഈ രാഷ്ട്രീയത്തിലെ തെന്നല വഴി എന്നുള്ളത് ഒരു പേച്ചായിരുന്നു, അല്ലെങ്കിൽ അതൊരു സംസാരമൊക്കെയായി പലതവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം ഇടപെട്ടിട്ടുള്ള വിഷയങ്ങളിൽ അതിൽ പ്രധാനം അദ്ദേഹം ഈ തിരുവനന്തപുരത്തേക്ക് കൊല്ലം DCC പ്രസിഡന്റ് നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുന്നു, നിയമസഭാംഗമാകുന്നു. അതിനൊക്കെ ശേഷം അദ്ദേഹം നടത്തിയ ചില ഇടപെടലുകൾ, അതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാം, ഈ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ആന്റണിയെയും K. കരുണാകരനെയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുവെന്ന് അതിൽ എനിക്ക് തോന്നുന്നു പണ്ട് പോണ്ടിച്ചേരി മുഖ്യമന്ത്രിയായിരുന്ന V. നാരായണസ്വാമി തെന്നലയോട് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ അതൊക്കെ നമ്മൾ വാർത്തയായി കണ്ടതാണ്. ഇരുവരെയും ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം, കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിനെ സമവായത്തിൽ നേരിടാം എന്നൊക്കെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ മുഖം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല ഈ അദ്ദേഹത്തിന്റെ പിന്നീടുള്ള പടിയിറക്കമടക്കം അത് നീതികേടെന്നൊക്കെ എന്ന രീതിയിൽ കോൺഗ്രസിൽ വലിയ ചർച്ചയായ ഒരു സംഭവമാണ്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമ്പോൾ തെന്നലയായിരുന്നു എന്ന KPCC പ്രസിഡന്റ്. ആ രാഷ്ട്രീയ ധാര, ആ രാഷ്ട്രീയ വഴി, കോൺഗ്രസിന് ഗ്രൂപ്പ് സമവാക്യങ്ങൾ തലവേദനയായിരുന്ന കാലത്ത് തെന്നല നടത്തിയ ചില നീക്കങ്ങളുണ്ട്. അതടക്കം ഇപ്പോഴും വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ തെന്നല വഴി എന്നത് പ്രയോഗമായി മാറുന്നതും നമ്മൾ കണ്ടു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും തിരുവനന്തപുരത്ത് അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ നെട്ടയത്തെ, വട്ടൂർക്കാവിലെ നെട്ടയം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലം കഴിച്ചത്. ഹഷ്മി.